കേരള നിയമസഭാ ഇലക്ഷൻ 2026 പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി. എങ്ങനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി പൂരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അനക്സർ 7 പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി. 1 മുതൽ 27 ചോദ്യങ്ങളാണ്, എൻട്രികളാണ് അതിൽ നമ്മൾ കൃത്യമായിട്ട് നൽകേണ്ടത്. അതിൽ ഒന്നാമത്തേത് നെയിം ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി, നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് പോളിംഗ് ഡേറ്റ് 9/4/2026, നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ്റെ പേരും നമ്പറും. അടുത്തത് വെദർ ലൊക്കേറ്റഡ് ഇൻ, അത് നമ്മുടെ ബൂത്ത് നിൽക്കുന്നത് ഗവൺമെൻറ് ബിൽഡിങ്ങിലാണോ, പ്രൈവറ്റ് ബിൽഡിങ്ങിലാണോ, ടെമ്പററി ബിൽഡിങ്ങിലാണോ. നാലാമത്തേത് നമ്പർ ഓഫ് പോളിംഗ് ഓഫീസർ റിക്രൂട്ടഡ് ലോക്കലി, നിങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ കമ്മീഷൻ തന്നതിൻ്റെ ശേഷം പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ. സാധാരണ കേസിൽ നിൽ എന്നായിരിക്കും അതിൻ്റെ ആൻസർ. അഞ്ചാമത്തെ ഐറ്റം നമ്പർ 5 അപ്പോയിൻമെൻറ്റ് ഓഫ് പോളിംഗ് ഓഫീസർ മെയ്ഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡ്യൂലി അപ്പോയിൻറ്റഡ് പോളിംഗ് ഓഫീസർ, ഏതെങ്കിലും പോളിംഗ് ഓഫീസർക്ക് ബദൽ പുതിയ ആളുകൾ ആരെങ്കിലും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആറാമത്തേത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സീരിയൽ നമ്പറാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടത്. അതിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ ഓഫ് കൺട്രോൾ യൂണിറ്റ് യൂസ്ഡ്, അവിടെ 1 എന്ന് എഴുതുക. സീരിയൽ നമ്പർ ഓഫ് കൺട്രോൾ യൂണിറ്റ് യൂസ്ഡ്, ആ കൺട്രോൾ യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ എഴുതുക. നമ്പർ ഓഫ് ബാലറ്റ് യൂണിറ്റ് യൂസ്ഡ്, ബാലറ്റ് യൂണിറ്റിൻ്റെ എണ്ണം 1. അടുത്ത സീരിയൽ നമ്പർ ഓഫ് ബാലറ്റ് യൂണിറ്റ് യൂസ്ഡ്, സീരിയൽ നമ്പർ, അതിൻ്റെ സീരിയൽ നമ്പറും എഴുതുക. അടുത്തത് ഏഴാമത്തത് പേപ്പർ സീൽ ഉപയോഗിച്ചതിൻ്റെ കണക്കുകളാണ്. നമ്പർ ഓഫ് പേപ്പർ സീൽ യൂസ്ഡ്, എത്ര പേപ്പർ സീലാണ് ഉപയോഗിച്ചത്, സാധാരണഗതിയിൽ 1 ആയിരിക്കും. സീരിയൽ നമ്പർ ഓഫ് പേപ്പർ സീൽ യൂസ്ഡ്, ആ പേപ്പർ സീലിൻ്റെ സീരിയൽ നമ്പറാണ് എഴുതേണ്ടത്. നമുക്കറിയാം ഈ ഇലക്ഷനിൽ പേപ്പർ സീൽ എന്ന് പറയുന്നത് ഗ്രീൻ പേപ്പർ സീലാണ്. സ്ട്രിപ്പ് സീൽ നമുക്ക് ഈ നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാകുന്നതല്ല. ഐറ്റം നമ്പർ 7A നമ്പർ ഓഫ് സ്പെഷ്യൽ ടാഗ് സപ്ലൈഡ്, എത്ര സ്പെഷ്യൽ ടാഗാണ് നിങ്ങൾക്ക് തന്നത്, ആ എണ്ണം എഴുതുക. സീരിയൽ നമ്പർ ഓഫ് സ്പെഷ്യൽ ടാഗ് സപ്ലൈഡ് 7A രണ്ടാമത്തതാണ്. ആ സ്പെഷ്യൽ ടാഗ് തന്നതിന് സീരിയൽ നമ്പറുകളൊക്കെ അവിടെ കോമട്ട് എഴുതുക. അതിൽ മൂന്നാമത്തേത് നമ്പർ ഓഫ് സ്പെഷ്യൽ ടാഗ് യൂസ്ഡ്, എത്ര സ്പെഷ്യൽ ടാഗാണ് നമ്മൾ ഉപയോഗിച്ചത്, ആ ഉപയോഗിച്ച സ്പെഷ്യൽ ടാഗിൻ്റെ സീരിയൽ നമ്പറുമാണ് എഴുതേണ്ടത്. ഉപയോഗിക്കാത്ത സ്പെഷ്യൽ ടാഗിൻ്റെ സീരിയൽ നമ്പറാണ് അതിൽ 7A അഞ്ചാമത്തെ ഐറ്റം എഴുതേണ്ടത്. അടുത്ത 7B അപ്ലിക്കബിൾ ഇൻ ദി പോളിംഗ് സ്റ്റേഷൻ വെർ VVPAT സിസ്റ്റം ഈസ് യൂസ്ഡ്, VVPATൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കുന്നത്. നമ്പർ ഓഫ് പ്രിൻ്റർ യൂസ്ഡ്, സാധാരണഗതിയിൽ 1. സീരിയൽ നമ്പർ ഓഫ് പ്രിൻ്റർ, ആ VVPAT പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ നോക്കിയിട്ട് അവിടെ തെറ്റാതെ എഴുതി വെക്കുക. അടുത്ത ഐറ്റം നമ്പർ 8 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാഡ് അപ്പോയിൻറ്റഡ് പോളിംഗ് ഏജൻറ്റ്സ് ഇൻ ദി പോളിംഗ് സ്റ്റേഷൻ, ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്ത പോളിംഗ് ഏജൻറ്റുകളുടെ എണ്ണം എത്ര പേർക്കാണ് നിങ്ങൾ പോളിംഗ് ഏജൻറ്റായിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. അതിൽ നമ്പർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദി കമൻസ്മെൻറ്റ്സ് ഓഫ് പോൾ, നമ്മുടെ പോളിംഗ് തുടങ്ങുന്ന സമയത്ത് എത്ര പോളിംഗ് ഏജൻറ്റ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് നമ്പർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് ഹു അറൈവ്ഡ് ലേറ്റ്, വൈകി വന്നവരുണ്ടെങ്കിൽ അതെത്ര, ഇല്ലെങ്കിൽ നിൽ. നമ്പർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് പ്രസൻറ്റ് അറ്റ് ക്ലോസ് ഓഫ് ദി പോൾ, ഇലക്ഷൻ പ്രക്രിയ അവസാനിക്കുന്നതിന്, പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് എത്ര പോളിംഗ് ഏജൻറ്റ്സ് നിങ്ങളുടെ അവിടെ ബൂത്തിലുണ്ട്, അതിൻ്റെ എണ്ണം. അടുത്തത് ഐറ്റം നമ്പർ 10 പത്താമത്തേത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് അസൈൻഡ് ടു ദി പോളിംഗ് സ്റ്റേഷൻ, ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള മൊത്തം വോട്ടർമാരുടെ എണ്ണം, നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണമാണ് അതിലെഴുതേണ്ടത്. അതിൽ 10ാമത്തേതിൽ രണ്ടാമത്തേത് നമ്പർ ഓഫ് ഇലക്ടേഴ്സ് അലൗഡ് ടു വോട്ട് അക്കോർഡിംഗ് ടു മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോൾ, എന്നാൽ ഇലക്ടറൽ റോളിൽ മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോളിൽ വോട്ടിംഗ് അലൗ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം എത്ര, അതായത് ഒന്നാമത്തേത് ടോട്ടൽ ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്ര വോട്ടേഴ്സ് ഉണ്ട് എന്നും, രണ്ടാമത്തേത് അതിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റും അതോടൊപ്പം തന്നെ അഥവാ PBയും EDC ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് പ്രകാരം EDC പ്രകാരം വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്ത് ബാക്കിയുള്ളതാണ് 10ാമത്തേതിലെ രണ്ടാമത്തെ ഐറ്റത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. അതിൽ 3ാമത്തേത് ടോട്ടൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം 17A രജിസ്റ്ററിൽ എത്ര എണ്ണം വോട്ടർമാരാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്പർ ഓഫ് വോട്ട്സ് റെക്കോർഡ് ആസ് പെർ വോട്ടിംഗ് മെഷീനിൽ എത്ര വോട്ടേഴ്സ് വോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്പർ ഓഫ് വോട്ടേഴ്സ് ഡിസൈഡഡ് നോട്ട് ടു റെക്കോർഡ് വോട്ട് ചെയ്യാൻ വിസമ്മതിച്ച ആളുകൾ ആരൊക്കെയുള്ളത്, അങ്ങനത്തെ കേസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്.
തൊട്ട് താഴെ സിഗ്നേച്ചർ ഓഫ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, ഇടതുഭാഗത്ത് ഒന്നാം പോളിംഗ് ഓഫീസർ ഒപ്പിടുക. തൊട്ടപ്പുറത്ത് വലതുഭാഗത്ത് സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഇൻചാർജ് ഓഫ് വോട്ടേഴ്സ് രജിസ്റ്റർ എന്ന് പറയുമ്പം സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. വോട്ടേഴ്സ് രജിസ്റ്റർ 17A ഇൻചാർജ് അവരും അവിടെ ഒപ്പിടുക. എന്ന് പറഞ്ഞാൽ വലതുഭാഗത്ത് സെക്കൻഡ് പോളിംഗ് ഓഫീസറും ഇടതുഭാഗത്ത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറും ഒപ്പുവെക്കുക. അടുത്തത് ഐറ്റം നമ്പർ 11, നമ്പർ ഓഫ് എലക്ടേഴ്സ് ഹു വോട്ടഡ് ആണ് പെണ്ണ്, തേർഡ് ലിംഗം, ടോട്ടൽ. അത് കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്യുക. 12-ാമത്തേത് ചലഞ്ച് വോട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. 13-ാമത്തേത് നമ്പർ ഓഫ് പേഴ്സൺ ഹു ഹാവ് വോട്ടഡ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് EDC പ്രകാരം ആരെങ്കിലും നമ്മുടെ ഈ ഇലക്ഷനിൽ അത് ഉണ്ടാകാൻ സാധ്യതയില്ല, അപ്പോൾ അവിടെ നില്ലെന്നാണ്. 13A നമ്പർ ഓഫ് ഓവർസീസ് എലക്ടേഴ്സ് ഹു വോട്ടഡ്, അങ്ങനെ വല്ല വോട്ടർമാരുണ്ടെങ്കിൽ അത് എഴുതുക. നമ്പർ ഓഫ് എലക്ടേഴ്സ് ഹു വോട്ടഡ് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പാനിയൻ പ്രകാരം എത്ര ആൾ വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് വോട്ടേഴ്സ് കാസ്റ്റ് ത്രൂ പ്രോക്സി പ്രകാരം പ്രോക്സി വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത്. നമ്പർ ഓഫ് ടെൻഡേർഡ് വോട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം. 17-ാമത്തെ നമ്പർ ഓഫ് എലക്ടേഴ്സ് ഫ്രം ഹൂം ഡിക്ലറേഷൻ, അവിടെ ഏജ് മായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അത് എഴുതുക. ഹൂ റിഫ്യൂസ്ഡ് ടു ഗിവ് സച്ച് ഡിക്ലറേഷൻ, ആ ഡിക്ലറേഷൻ കൊടുക്കാൻ വിസമ്മതിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവിടെ എഴുതുക. അടുത്ത 18-ാമത്തത് വെദർ ഇറ്റ് വാസ് നെസസറി ടു അഡ്ജേൺ ദ പോളിംഗ് എന്തെങ്കിലും മാറ്റിവെക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് ഇല്ലെന്നായിരിക്കും. അടുത്ത 19-ാമത്തെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ് ഇൻ എവരി 2 hours, ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. 7 മണിക്കാണ് നമ്മുടെ പോളിംഗ് ആരംഭിക്കുന്നത്. ആദ്യത്തെ 2 മണിക്കൂർ, പിന്നത്തെ 2 മണിക്കൂർ. ശ്രദ്ധിക്കുക, ഇവിടെ 7 മുതൽ 9 വരെയുള്ള വോട്ടിങ്ങുകളുടെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇതൊരിക്കലും ക്യുമുലേറ്റീവ് അല്ല. എന്ന് പറഞ്ഞാൽ 7 മുതൽ 9 വരെയുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. അടുത്തത് 9 മുതൽ 11 വരെയുള്ള മാത്രം എണ്ണാണ് അടുത്ത് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. അവസാനത്തേത് ഫ്രം 3 to 5, 5 മണി വരെ ഉള്ളൂ. നമുക്ക് വോട്ടിംഗ് എന്ന് പറയുന്നത് 6 മണിയാണ്. അപ്പോൾ തൊട്ട് താഴെ നമ്മൾ എഴുതണം ഫ്രം 5 to 6 PM എന്ന് എഴുതണം. എന്നിട്ട് അതും കൂടി, ആ കണക്കും കൂടി അവിടെ എൻ്റർ ചെയ്യുക. അടുത്തത് 19B, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു പുതിയ സംവിധാനമാണ്. മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ ഇത് ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്പോൾ അത് പുതുതായിട്ട് ആഡ് ചെയ്തതാണ്. ഡീറ്റെയിൽസ് ഓഫ് വിസിറ്റേഴ്സ് ആസ് പോളിംഗ് സ്റ്റേഷൻ ആസ് പെർ വിസിറ്റ് ഷീറ്റ്. നമ്മൾ വിസിറ്റ് ഷീറ്റ് ഓൾറെഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. കാരണം പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ ബൂത്ത് സന്ദർശിക്കാൻ വരുമ്പോൾ അവരുടെ വിസിറ്റ് ഡീറ്റെയിൽസ് വിസിറ്റ് ഷീറ്റിൽ എഴുതേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ട് വേണം ഇത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യാൻ. അതുകൊണ്ട് സീരിയൽ നമ്പർ താഴേക്ക് എഴുതുക. പിന്നെ ഓഫീസർമാർ വന്ന ഓഫീസർമാരുടെ ഡെസിഗ്നേഷൻ, അവരുടെ പേര്, ഡെസിഗ്നേഷൻ എഴുതുക. എപ്പോഴാണ് അവർ വന്ന സമയം എഴുതുക. അതിൻ്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നമ്പർ ഓഫ് വോട്ടേഴ്സ് പോൾഡ് ടിൽ ദ ടൈം ഓഫ് വിസിറ്റ്, അവർ വിസിറ്റ് ചെയ്ത സമയത്തുണ്ടാകുന്ന വോട്ടിങ്ങിൻ്റെ എണ്ണം അവിടെ കൃത്യമായിട്ട് എഴുതുക. ഏതായാലും ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് നിങ്ങളുടെ വിസിറ്റ് ഷീറ്റുമായി കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഐറ്റം നമ്പർ 20, നമ്പർ ഓഫ് സ്ലിപ്സ് ഇഷ്യൂഡ് അറ്റ് ദ ക്ലോസിംഗ് അവേഴ്സ് ഓഫ് പോൾ ടു എലക്ടേഴ്സ് സ്റ്റാൻഡിങ് ഇൻ ദ ക്യൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടിംഗ് സമയം അവസാനിക്കുന്ന സമയത്ത്, അഥവാ 6 മണിക്ക് ക്യൂവിലുള്ള ആളുകളുടെ എണ്ണം എത്ര ആളുകളുണ്ട്, അവർക്ക് എത്ര പേർക്ക് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. ടൈം അറ്റ് വിച്ച് പോൾ ഫൈനലി ക്ലോസ്ഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് സച്ച് ഇലക്ട്രോ കാസ്റ്റീസ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അവസാനിച്ച അന്ന് വോട്ടിംഗ് സാധാരണഗതിയിൽ വോട്ടിംഗ് അവസാനിക്കുന്നത് 6 മണിക്കാണ്. പിന്നീട് ക്യൂവിൽ നിന്ന ആളുകൾ ഉണ്ട്, അവർക്ക് നമ്മൾ ടോക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞതിൻ്റെ സമയം ഏത് എന്നുള്ളതാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഐറ്റം നമ്പർ 21 മുതൽ 26 വരെ നോർമൽ കേസിൽ നില്ലായിരിക്കും. 27, വെദർ ദ ഡിക്ലറേഷൻ ഹാവ് ബീൻ മെയ്ഡ് ബിഫോർ ദ കമൻസ് ഓഫ് പോൾ ആൻഡ് ഇഫ് നെസസറി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പോൾ വെൻ എ ന്യൂ വോട്ടിംഗ് മെഷീൻ ഈസ് ഇഷ്യൂഡ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി പോൾ ആസ് നെസസറി. പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡിക്ലറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ, പിന്നെ അതോടൊപ്പം തന്നെ ന്യൂ വോട്ടിംഗ് മെഷീൻ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ എൻഡ് ഓഫ് പോളിൻ്റെ സമയത്തുമുള്ള ഡിക്ലറേഷൻ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നോർമൽ കേസിൽ അതെല്ലാം യെസ് എന്നാണ് കൊടുക്കേണ്ടത്. അടുത്തത് യെസ് ആയിരിക്കണം നിർബന്ധമായിട്ടും. അടുത്തതായിട്ട് പ്ലേസ്, നിങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥലം ഏതാണോ, അവിടെ വോട്ടിംഗ് നടക്കുന്ന സ്ഥലം ഏതാണോ അവിടെ അതിൻ്റെ സ്ഥലം അവിടെ എഴുതുക. ഡേറ്റ് 9/4/2026. വലതുഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസർ നിർബന്ധമായിട്ടും ഒപ്പുവെക്കേണ്ടതാണ്. ഇതാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി. നിർബന്ധമായിട്ടും ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി EVM കൂടെ റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഇത് നിർബന്ധമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പൂരിപ്പിക്കണം. ഒരു ഇലക്ഷൻ പ്രോസസ്സ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ ബൂത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട
ഇലക്ഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ടൈം ടു ടൈം വളരെ കൃത്യമായിട്ട് എൻട്രി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട രേഖയാണ് അനക്സർ 7 പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി. ഓക്കെ, താങ്ക് യു.